ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും നാളത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ നാളത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ വിജയലക്ഷ്മി ആ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് വരികയാണ്. വിജയലക്ഷ്മി ചെമ്പകശ്ശേരി തറവാട്ടിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഗീതുവിന് എന്തോ വലിയ സർപ്രൈസൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഗീതു ആരാ മോള്, ഗീതു അതിലും വലിയ സർപ്രൈസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് വന്നിറങ്ങി വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. വിജയലക്ഷ്മിയുടെ കൂട്ടത്തിൽ സാന്ദ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കുട്ടി കൂടിയുണ്ട്. അത് ഗീതുവിന് വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കിഷോർ ചെയ്തു കൊടുക്കുക, പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾ, അതാണ് സാന്ദ്ര. അതിന് നമ്മുടെ ഗീതുവിനെ സഹായിക്കുന്നത് സാന്ദ്രയാണ്. അപ്പോൾ അവർ തമ്മിലൊരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗീതു ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഗീതുവിന് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ആ ഒരു രീതിയിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ചെമ്പകശ്ശേരി തറവാട്ടിൽ വന്നിറങ്ങി 16 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുടുംബത്തിലെത്തിയ ആ വിജയലക്ഷ്മി ആ കണ്ണിറയ ആ കുടുംബം ഇങ്ങനെ കാണുകയാണ്. ചെമ്പകശ്ശേരി തറവാട് ഇങ്ങനെ കാണുകയാണ്. മനസ്സ് നിറയ്ക്കുന്ന, മനസ്സ് കലങ്ങുന്ന രീതിയിലുള്ള, കണ്ണ് കലങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ വിജയലക്ഷ്മിയുടെ മനസ്സിലൂടെ. കാലം കരുതി വച്ചിരിക്കുന്നത് എന്ത് എന്നറിയാതെ. അപ്പോൾ ഇവരെ കാത്ത് ആ മേയറല്ല കേട്ടോ, കൗൺസിലർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ വിജയലക്ഷ്മിയെ കാത്തിട്ട് കൗൺസിലർ വന്നിട്ട് മാഡം എത്തിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടല്ല, നല്ല അലങ്കാരമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, എല്ലാം കൗൺസിലറുടെ പരിപാടി ആയിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ചില കലാവിരുതുകളും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ഞാനല്ല, മറ്റൊരാളാണ്. അപ്പോൾ എനിക്കൊരു സഹായി കൂടി ഉണ്ട് എന്നൊക്കെ കൗൺസിലർ ഇങ്ങനെ പറയുക. ഓഹോ, അങ്ങനെയുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എനിക്കിത് നേടിത്തരാനായിട്ട്, ഈ ഒരു രീതിയിൽ നേടിത്തരാനായിട്ട് എനിക്ക് ഇത്ര പെട്ടെന്നെങ്കിലും ഇവിടേക്കൊന്ന് കയറി താമസിക്കാനായിട്ട് പറ്റിയത് കൗൺസിലർ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ വിജയലക്ഷ്മി പറഞ്ഞപ്പോഴേക്കും ഞാനല്ല, പകരം മറ്റൊരാളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ആ ആളും ഇന്ന് എന്നോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ആളെ മാഡത്തിന് ഞാൻ പരിചയപ്പെടുത്താമെന്നൊക്കെ പറയുകയാണ്. മാഡത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, മാഡത്തിന് നേരത്തെ അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ആളെ കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അതാരാണപ്പോൾ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗീതു ഒരു വിളക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. വിളക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതി തട്ടൊക്കെ ആയിട്ട് അകത്തുനിന്ന് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. വിജയലക്ഷ്മി ഗീതുവിനെ കണ്ട് സർപ്രൈസ് ആയിട്ടോ. ഗീതുവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു, അതെ ഗീതു, ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് തരാമെന്ന്. എനിക്കെന്ത് സർപ്രൈസാണ് തരുന്നത് എന്നതിലുപരിയായിട്ട് ഞാൻ എന്ത് സർപ്രൈസാണ് തന്നതെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഞാനാണോ ബുദ്ധിമതി അതോ മാഡം ആണോ ബുദ്ധിമതി എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും നീ വന്നത് ഒത്തിരി സന്തോഷമായി, അല്ല നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൗൺസിലർ ഇങ്ങനെ പറയുകയാണ്, എന്തെന്ത് പറ്റി നിങ്ങൾ തമ്മിൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലൊരു കോൺവെർസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഗീതുവിന് ഈ പ്ലേസ് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്ലേസ് ഗീതുവും ഞാനും തമ്മിൽ ഒരു ദിവസം ഇങ്ങനെ വന്ന് കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ കഥയൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ അകത്തേക്ക് കയറാൻ പറഞ്ഞ് നമ്മുടെ ഗീതു നമ്മുടെ വിജയലക്ഷ്മി അകത്തേക്ക് കയറ്റിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല പക്ക നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് പൂജ, അതായത് കയറിത്താമസമാണല്ലോ, അതിൻ്റെ ഓരോ കാര്യങ്ങളുമൊക്കെ പൂജാമുറിയിൽ ആ വിളക്ക് തെളിയിച്ച് തന്നെ വിജയലക്ഷ്മിയോട് തെളിയിക്കാനായിട്ട് ഗീതു ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ഗീതുവിനോട് മോള് തെളിയിക്കുക എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, കാരണം മാഡത്തിൻ്റെ വീടാണ്, മാഡത്തിൻ്റെ കുടുംബമാണ്, മാഡമാണ് അത് ചെയ്യേണ്ടത്. കാരണം മാഡം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ, മാഡം തന്നെ ചെയ്യണം എന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ ഗീതു പറഞ്ഞ്, ഇത് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി കാണണ്ടേ എന്നിങ്ങനെ ചോദിച്ച് നമ്മുടെ വിജയലക്ഷ്മിയെ പാല് കാച്ചുന്നിടത്തേക്ക് കൊണ്ടുപോകണം. അതെ, പാല് കാഴ്ച ചടങ്ങെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടേ, കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വീട്ടിലേക്ക് കയറി താമസിക്കുന്നത്. കയറി താമസം എന്ന് പറഞ്ഞാൽ പാല് കാച്ച അതറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു, അയ്യോ അറിയാൻ പാടില്ലേ, പറഞ്ഞു തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുടെ തമാശ രീതിയിൽ സംസാരിച്ച് പാല് കാച്ചുന്നിടത്തേക്ക് ചെല്ലുകയാണ്. പാല് കാച്ചുന്നിടത്തും കലത്തിലൊക്കെ ആ പൂവിൻ്റെ ആ ഒരു ഇതൊക്കെ പൂവൊക്കെ ചുറ്റി വെച്ചിട്ട് ശരിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു. വിജയലക്ഷ്മി പാല് കാച്ചുന്ന സമയത്ത് വിജയലക്ഷ്മിയുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. ഒരുപാട് കാലം ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു അടുക്കളയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, മാഡം പറയൊന്നും വേണ്ട, മാഡം എന്തായാലും ആ ഓർമ്മകളൊന്നും എന്നോട് പങ്കുവെക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഒരിക്കൽ ഞാനിത് കണ്ടെത്തും കേട്ടോ എന്ന്
നമ്മുടെ ഗീതു ഇങ്ങനെ പറയാണ്, ഓ നിൻ്റെ കണ്ടെത്തലൊക്കെ കുറേ നാളായി ഞാൻ കേൾക്കുന്നു, പക്ഷേ ഇത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും എനിക്ക് സർപ്രൈസ് തന്നെ ആയിപ്പോയി നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ ഞാൻ സാന്ദ്രയെ പരിചയപ്പെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സാന്ദ്രയെ അപ്പോൾ സാന്ദ്രയും കൗൺസിലറും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് സാന്ദ്രയെ ഒന്ന് ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ പരിചയപ്പെടുത്തിയായിരുന്നു. അതിനുശേഷം സാന്ദ്രയെയും ഗീതുവിനെയും തമ്മിൽ പരിചയപ്പെടുത്തി. ഇങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഗീതുവിന് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ഒരാളാണ്. അപ്പോൾ ഗീതുവിനോട് ചോദിച്ചു, അപ്പോൾ എന്താണ് അറിയേണ്ടതെന്ന് സാന്ദ്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ കുറച്ച് ഫയൽസ് തരാം, അതിൻ്റെ മിസ്റ്റേക്കുകളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു IT സൊല്യൂഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രഗത്ഭരായ സ്റ്റാഫൊക്കെ ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം പ്രഗത്ഭരാണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ആ ഫീൽഡിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് സാന്ദ്രയുടെ കൈ സഹായം എനിക്ക് വേണം. അപ്പോൾ അതിനെന്താ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു തരാം, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സാന്ദ്രയുടെ ഫോൺ നമ്പറൊക്കെ ഗീതുവിന് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ രാധിക അറക്കൽ തറവാട്ടിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടി പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് അന്തം വിട്ടു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ ഗോവിന്ദിനെ കാണിച്ചില്ല കേട്ടോ, കോടതിയിൽ നിന്നുള്ള പേപ്പർ ഗോവിന്ദിനെ കാണിച്ചില്ല. അതായത് ഗീതു ഒപ്പിട്ടതിന് ശേഷം പ്രൊസീഡിങ്സ് ഒക്കെ ആയ പേപ്പർ ഗോവിന്ദിനെ ഈ പുള്ളിക്കാരി കാണിക്കുന്നില്ല. എനിക്കൊരു സ്ഥലം വരെ പോകണം, ആദ്യം ഇത് മറ്റൊരാളോട് പറയണം, അതിനുശേഷം ഇന്ന് വൈകിട്ട് എനിക്ക് കണ്ണനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ, കണ്ണൻ്റെ ജീവിതത്തെ ബാധിക്കുന്നൊരു കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇതെന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അല്ല ഗീതു എവിടെ, ഓഫീസിലേക്ക് പോകുന്നിടത്ത് ഗീതു എവിടെയെന്ന് ഇങ്ങനെ രേഖയോട് ചോദിച്ചപ്പോഴേക്കും ഗീതു രാവിലെ തന്നെ പോയില്ലോ, അവൾക്ക് ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയല്ലോ, അവൾക്ക് IT സൊല്യൂഷൻ്റെ ചുമതല ഞാൻ കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് അവൾ കറങ്ങി നടക്കുകയാണല്ലോ എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു, അവളുടെ കറക്കവും നടത്തമൊക്കെ ഉടനെ തന്നെ തീർന്നോളും, നീ നോക്കിക്കോ, അവളെ നമുക്ക് വരച്ച വരെ പൂട്ടാനുള്ള എല്ലാ അവസരവും വന്നു ചേരും. ഇതിനിടയ്ക്ക് നീയായിട്ട് അവൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്തിനാണ് കിഷോറിൻ്റെ ഹെഡായിട്ട് അവളെ കൊണ്ട് നിയമിച്ചിരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കാര്യത്തിൽ അമ്മേനെ എതിർക്കരുത്, അതിപ്പോൾ എൻ്റെ ഒരു ശരിയാണ്, കാരണം എനിക്കും അവൻ ശത്രു തന്നെയാണ്. ആ ഒരു ശത്രുത തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവന് ആ ഒരു കമ്പനിയിൽ സ്റ്റാഫായിട്ട് നിയമിച്ചതും അവളെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചതും. അതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തി തന്നെയാണ് എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ്. എന്നാൽ ശരിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഓഫീസിലേക്ക് പോവുകയാണ്. നമ്മുടെ രാധിക നേരെ ഈ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് വരികയാണ്. ചെമ്പകശ്ശേരി തറവാടിൻ്റെ മുറ്റത്ത് കാലുകുത്തിയ രാധികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടേക്ക് വരാനായിട്ടെന്നാണ് ചോദിച്ചത്. അപ്പോഴേക്കും അതെ, ഇവിടേക്ക് വരാനായിട്ട് ധൈര്യത്തിൻ്റെ കുറവൊന്നും വേണ്ടിയില്ല, കാരണം ഈ തറവാട് എത്ര കാലം നിൻ്റെ കയ്യിലുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതിന് ശേഷം ഈ തറവാട് എൻ്റെ കയ്യിൽ തന്നെ വന്നെത്തും, നിൻ്റെ അധികാരമൊക്കെ നഷ്ടപ്പെടും എന്ന് രാധികയോ ഇങ്ങനെ വിജയലക്ഷ്മിയോട് ഗീതു കേൾക്കാതെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് തരാൻ വേണ്ടിയിട്ട്, എൻ്റെ പുന്നാര മരുമകൾക്ക് ഒരു വിശേഷമായിട്ടുള്ള സാധനം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇവിടെ അന്തം വിട്ട് അത് മേടിച്ച് നോക്കുക, അതെന്താണ്, അപ്പോൾ എന്തോ ഭാര്യയാണെന്ന് നമ്മുടെ ഗീതുവിന് മനസ്സിലായി. പക്ഷേ ഗീതു അത് കണ്ട് അന്തം വിട്ട് പോവാണ്. കോടതിയിൽ ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പേപ്പറാണ്, അപ്പോൾ ഞാൻ ഒപ്പിടാതെ എങ്ങനെ ഹിയറിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധിക ഒന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിക്കോ ഗീതു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ അങ്ങ് പോവാണ്. അപ്പോൾ ഗീതു ആകെ വിഷമിച്ച് ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിനക്ക് സാധിക്കും ഗീതു, നിനക്ക് മാത്രമേ ഇതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ വിജയലക്ഷ്മി പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്നിട്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷനൊന്നും വന്നില്ല എന്ന് വരും, നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഡെയിലി കാണണം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെയർ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത കഥയായിട്ട് വരാം. താങ്ക് യു അഗെയിൻ. സി യു അഗെയിൻ. താങ്ക് യു.